Okay, good afternoon, children. Today, let's discuss about the activity part of the chapter 4. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ടീച്ചർ നോട്ട്സ് എഴുതിയിട്ട് പിന്നെ തരാം. നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ കേട്ടോ. ഓക്കെ, ആദ്യം എന്താ പറയണത്? പേജ് നമ്പർ 58 എടുത്ത് 58 സൗണ്ട് ഉണ്ടാക്കി. സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസ്. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലേണിംഗ് ഔട്ട്കംസ് ആണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ലേണിംഗ് ഔട്ട്കംസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ചാപ്റ്റർ കൊണ്ടൊന്ന് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ദ ലേണർ ക്യാൻ ലിസ്റ്റ് situations where mosquitoes, flies, rats, etc. multiply as well as health problems caused by them. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ? അതായത് നമ്മളെ ഫ്ലൈസ്, റാറ്റ്സ്, മോസ്കിറ്റോസ് ഇവയൊക്കെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവ മൂലം നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവ എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. ഉണ്ട്, മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലേ? ഒരു ഔട്ട്കം അതാണ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? സജസ്റ്റ് മെഷേഴ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് ടു കീപ് ദ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാൻ കഴിയും. എന്ത് മെഷേഴ്സ്? നമ്മുടെ ഹൗസും അതുപോലെ നമ്മുടെ വീടും അതുപോലെ അതിൻ്റെ സറൗണ്ടിങ്സും എങ്ങനെയാണ് ക്ലീനാക്കി സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ടേക്കൺ കെയർ ചെയ്യേണ്ടത്, ഓരോന്നും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണില്ലേ? യെസ്, അതാണ് അനദർ ഔട്ട്കം. നെക്സ്റ്റ് എന്താണ്? Suggest how mosquito eradication activities can be carried out and take part in these activities. How mosquito eradication activities can be carried out. എങ്ങനെയൊക്കെയാണ് നമ്മൾ മോസ്കിറ്റോസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നടത്താൻ കഴിയുന്നത്, എന്തൊക്കെ തരം പ്രവർത്തനങ്ങളാണ് അതിന് വേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? ഓർമ്മയുണ്ടോ? മോസ്കിറ്റോ ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡ്രൈ ഡേ അല്ലേ, ഡ്രൈ ഡേ ആചരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലേ ഇതിലൂടെ, ഈ ചാപ്റ്ററിലൂടെ? ഓക്കെ, പിന്നെന്താണ്? സേ വിച്ച് ഡിസീസ് പോസിബിളി സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. വിച്ച് ഡിസീസ് പോസിബിളി സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. അതുപോലെ ഡ്രിങ്കിങ് വാട്ടറിലൂടെയും നമ്മുടെ ഫുഡിലൂടെയും, നമ്മൾ കഴിക്കണ ചീത്ത ഫുഡിലൂടെയും ചീത്ത കുടിവെള്ളത്തിലൂടെയൊക്കെ നമുക്ക് എന്തൊക്കെ തരം രോഗങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായല്ലേ? ഏതൊക്കെ ഡിസീസാണ് പോസിബിളായിട്ട് പിന്നെ വെള്ളം കുടിച്ചാൽ, ഇന്ന് മലിനമായ ജലം കുടിച്ചാൽ, മലിനമായ ഭക്ഷണം കഴിച്ചാൽ ഇന്ന രോഗങ്ങളൊക്കെ വരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലേ? പിന്നെ അടുത്ത എന്താണ്? സ്റ്റേറ്റ് വാട്ട് ഓൾ വി മസ്റ്റ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ടു അവോയ്ഡ് ഗെറ്റിംഗ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ മോസ്കിറ്റോ, ഫ്ലൈ, റാറ്റ് എറ്റ്സെട്ര ആൻഡ് ദോസ് ത്രൂ വാട്ടർ. ആണല്ലോ. അതായത് പിന്നെ കൺസിഡറേഷൻ ടു അവോയ്ഡ് ഗെറ്റിംഗ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ മോസ്കിറ്റോസ്, ഫ്ലൈ, റാറ്റ്, അതായത് നമ്മുടെ ഈ ജീവികളിലൂടെയും അതുപോലെ തന്നെ ഇവിടെ വാട്ടറിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വരാണ്ടിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ കൺസിഡറേഷന് കൊടുക്കേണ്ടത്, എന്തിനെ? ടു അവോയ്ഡ് ദീസ് ഡിസീസസ്. ഈ ഡിസീസുകൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ടേക്കൺ കെയർ ചെയ്യണം? ഇതിൽ കൂടെയൊക്കെ ഈ പറയുന്ന ജീവികളിലൂടെ, മോസ്കിറ്റോ, ഫ്ലൈ, റാറ്റ്സ്, അതുപോലെ തന്നെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഇതിനൊക്കെ വേണ്ട മെഷേഴ്സ് എടുക്കാൻ നിങ്ങൾക്കറിയാം അപ്പോൾ അല്ലേ? എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കുക എന്നറിയാലോ?
വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ബോയിൽഡ് വാട്ടർ കുടിക്കണം. അതുപോലെ തന്നെ മലിനമായ ജലം കുടിക്കരുത്. അതുപോലെ തന്നെ ഈച്ച, കൊതുക്, അതുപോലെയുള്ള ഫ്ലൈസൊക്കെ പെരുകണീന് എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കേണ്ടതെന്നറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ പടരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം ആണല്ലോ. പിന്നെയോ, സജസ്റ്റ് ഹൈജീനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഒബ്സർവ്. അതെല്ലാവർക്കും അറിയില്ലേ, നമ്മൾ പേഴ്സണൽ ഹൈജീൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ. അപ്പോൾ പേഴ്സണൽ ഹൈജീനിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഒബ്സർവ് ചെയ്യാൻ കഴിയും, അതായത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ്, ഒബ്സർവ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ കാരണം ഹൈജീനിക് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുമ്പോൾ. പിന്നെ എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊപ്പഗേറ്റ് ദ ഐഡിയ ദാറ്റ് ക്ലീൻലിനെസ് ഈസ് സ്ട്രെങ്ത്. എൻഗേജ് ഇൻ ദ ആക്ടിവിറ്റീസ്. എന്ത് ആക്ടിവിറ്റീസിലാണ് എൻഗേജ് ചെയ്യേണ്ടത്? എന്ത് ആക്ടിവിറ്റീസാണ് നിങ്ങൾ എൻഗേജ് ചെയ്യേണ്ടത്? ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയ. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്താണ്? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, പ്രചരിപ്പിക്കുക. എന്ത് ഐഡിയയാണ് പ്രചരിപ്പിക്കേണ്ടത്? ദാറ്റ് ക്ലീൻലിനെസ് ഈസ് സ്ട്രെങ്ത്. ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ ഒരു ആശയം ഇതാണ് അല്ലേ. ക്ലീൻലിനെസ്സാണ് നമ്മുടെ ശക്തി, സ്ട്രെങ്ത്ത്. അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസ് പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആളുകൾക്കിടയിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കണം, അതായത് പ്രചരിപ്പിക്കണം. ഇങ്ങനത്തെ നല്ല നല്ല വാല്യൂസ് ആളുകൾക്കിടയിൽ നമ്മൾ പ്രചരിപ്പിച്ചു കൊടുക്കണം. പിന്നെയോ ലാസ്റ്റ് എന്താണ് പറയുന്നത്? ആക്ട് റിയലൈസിങ് ഹിസ് ഓർ ഹെർ റോൾ ഇൻ എൻഷുറിങ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ. ആക്ട് റിയലൈസിങ് ഹിസ് ഓർ ഹെർ റോൾ, അതായത് നമ്മുടെ റോള് നമ്മൾ തിരിച്ചറിയണം അല്ലേ. നമുക്കുള്ള റോൾ എന്താണ് ഇതിൽ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹിസ് ഓർ ഹെർ റോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചിലർ ആൺകുട്ടികളാവാം, ചിലർ പെൺകുട്ടികളാവാം. നിങ്ങളുടെ റോള് നിങ്ങൾക്കറിയണം. എന്തിൽ? നിങ്ങളുടെ പേഴ്സണൽ ഹൈജീനും എൻവയോൺമെൻറ്റൽ ഹൈജീനും എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം നിങ്ങൾ അല്ലേ. അതായത് നിങ്ങളുടെ ശുചിത്വവും നിങ്ങളുടെ എൻവയോൺമെൻറ്റലിൻ്റെ ശുചിത്വവും നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആക്ട് ചെയ്യണം. അതറിഞ്ഞിട്ട് നിങ്ങൾ ഓരോന്നും പ്രവർത്തിക്കണം. അതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ റിയലൈസ് ചെയ്തത്. ആണല്ലോ? ആണ്. നെക്സ്റ്റ്, ലെറ്റസ് അസസ്. നമുക്ക് ഇപ്പം നമ്മൾ കുറച്ചൊക്കെ നമുക്ക് ഔട്ട്കംസ് എന്തേന്ന് കിട്ടിയത്, നമുക്കൊന്ന് ആ ഔട്ട്കംസ് നമുക്ക് മനസ്സിലായോ എന്നൊന്നൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. എന്നിങ്ങനെ അത് ഓരോ ക്വസ്റ്റ്യൻ തരും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അസസ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റോങ്? ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതാണ് റോങ് എന്ന് പറഞ്ഞേ. ഡു നോട്ട് ഈറ്റ് ഫുഡ് ലെഫ്റ്റ് ഓപ്പൺ. ഡു നോട്ട് ഈറ്റ് ഫുഡ് ലെഫ്റ്റ് ഓപ്പൺ. അതായത് നമ്മൾ ഏതെങ്കിലും അടുക്കളയിലൊക്കെ ആഹാരം ഉണ്ടാക്കി വെച്ചാൽ അത് തുറന്നു വെക്കും. ആ തുറന്നു വെച്ച ആഹാരം കഴിക്കരുത് എന്നാണ് പറയണത്. അത് തെറ്റായ കാര്യമാണോ? റോങ് ആയ കാര്യമാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് കേട്ടോ. റോങ് ആയ കാര്യമല്ല, ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. ഡു നോട്ട് ഈറ്റ് ഫുഡ് ലെഫ്റ്റ് ഓപ്പൺ. നമ്മൾ തിന്നാൻ പാടില്ല, തുറന്നു വെച്ച സാധനങ്ങൾ കഴിക്കരുത്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെയോ, ഡു നോട്ട് പാസ് യൂറിൻ ഓർ സ്റ്റൂൾ ഇൻ പബ്ലിക് പ്ലേസസ്. അതായത് പബ്ലിക് പ്ലേസിൽ നമ്മൾ എന്താ പറയുക, യൂറിൻ പാസ് ചെയ്യുക, സ്റ്റൂൾ പാസ് ചെയ്യുക ഒന്നും ചെയ്യാൻ പാടില്ല. എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ യൂറിൻ സ്റ്റൂൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മലമൂത്ര വിസർജനം ചെയ്യരുത്. എവിടെ? പബ്ലിക് പ്ലേസുകളിലൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതും ശരിയായ കാര്യമല്ലേ? അതും ശരിയായ നല്ല കാര്യമാണ്. അപ്പോൾ അതും റോങ് അല്ല. ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ച് ആറിയ വെള്ളം വേണം നമ്മൾ ദിവസവും കുടിക്കാൻ. അതും നല്ല കാര്യമാണ്. അലവ് പൊള്യൂട്ടഡ് വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്.
അലൗ ചെയ്യുക. എന്താണ് അലൗ ചെയ്യേണ്ടത്? പൊളൂട്ടഡ് വാട്ടർ, മലിനമായ ജലം ടു സ്റ്റാഗ്നേറ്റ്, കെട്ടിക്കിടക്കണം. അതായത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ മലിനമായ ജലം കെട്ടിക്കിടക്കണ രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന്. അത് ശരിയാണോ? നോ, ഇറ്റ്സ് റോങ്. അപ്പോൾ ഏതാണ് റോങ്? ഡി ആണ് റോങ്. ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് എഴുതേണ്ടതാണ് കേട്ടോ. ടീച്ചറൊന്ന് പറഞ്ഞു തരുന്ന അതിൻ്റെ മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്? ഡിസീസ് കോൺസ്റ്റൻ്റ്ലി ഇൻഫെസ്റ്റ് എ പ്ലേസ്, വാട്ട് മേ ബി ദ റീസൺ? ഇൻഫെക്റ്റ് എന്നാവും ഉദ്ദേശിക്കുന്നത്. ഇൻഫെസ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഒരു മീനിങ് ടീച്ചർ നോക്കട്ടെ. ഇൻഫെസ്റ്റിൻ്റെ മീനിങ് ഇൻഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഫക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം തന്നെയാണ്. അതായത് ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക പ്ലേസിൽ അവിടെ കോൺസ്റ്റൻ്റായിട്ട് ഇൻഫെക്ഷൻസ്, അതായത് കോൺസ്റ്റൻ്റായിട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്ഥലത്ത് രോഗങ്ങൾ ഇങ്ങനെ പടരുന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് മേ ബി ദ റീസൺ? അതിൻ്റെ റീസൺ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അഫക്റ്റ് ചെയ്യുക എന്നാണ്. ഒരു പ്രദേശത്തിന് എപ്പോഴും രോഗങ്ങൾ ഒരു സ്ഥലത്ത് എപ്പോഴും രോഗങ്ങൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കാം? ദർ ആർ നോ ഹോസ്പിറ്റൽസ്, അവരുടെ ആശുപത്രികളില്ല. പീപ്പിൾ ആർ നോട്ട് വെൽ എഡ്യൂക്കേറ്റഡ്, പീപ്പിൾസ് ഒന്നും വെൽ എഡ്യൂക്കേറ്റഡ് അല്ല. സറൗണ്ടിങ്സ് ബിക്കം ഡേർട്ടി ഡ്യൂ ടു ഗാർബേജ് അക്യുമുലേഷൻ, അതായത് അവരുടെ ഈ നാട്ടിലത്തെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്? വെറും ഡേർട്ടി ആയിട്ടുള്ള പ്ലേസസ് ആണ്. എന്തുകൊണ്ടാണ്? ഗാർബേജുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെയും ഇവിടെയും മലിനമായ ജലവും മലിനമായ സാധനങ്ങളൊക്കെ കുന്നുകൂടി കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ദർ ആർ നോ റോഡ്സ് ഓർ ഇലക്ട്രിസിറ്റി, അവിടെ റോഡ്സും ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. ഇതിലേത് കാരണമായിരിക്കാം ഒരു പ്രദേശത്തിൽ എപ്പോഴും രോഗങ്ങൾ ഇങ്ങനെ പടരാൻ കാരണം? യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വൃത്തിയില്ലാത്ത പരിസരം എവിടെ ഉണ്ടോ അവിടെയൊക്കെ മാലിന്യങ്ങൾ കൂടി കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക? യെസ്, രോഗങ്ങൾ പടർന്ന് പിടിക്കുക അല്ലേ? അപ്പോൾ ഏതാണ് ആൻസർ? സി ആണല്ലോ. നെക്സ്റ്റ് നോക്കിയേ, വേഗം നോക്കാം. സപ്പോസ് എ ചൈൽഡ് ഇൻ യുവർ neighborhood gets diarrhea, what all the things will you suggest to reduce his weakness? നിങ്ങളുടെ നൈബർഹുഡിൽ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഡയറിയ ഉണ്ടായി. ഡയറിയ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാറ്? വയറിളക്കം എന്നൊക്കെ പറയും. അപ്പോൾ വാട്ട് ഓൾ തിങ്സ് വിൽ യു സജസ്റ്റ് ടു റെഡ്യൂസ് ഹിസ് വീക്ക്നെസ്? അപ്പോൾ വീക്കാവും അവൻ. ഡയറിയ ഉണ്ടായ, വയറിളക്കം, അതുപോലെ തന്നെ ഡിസെൻട്രി, ഡയറിയൊക്കെ ഉണ്ടായ എന്താണ് നമ്മുടെ ശരീരം മൊത്തം, ബോഡി മൊത്തം എന്തായി? വീക്കായി പോവും. നമ്മൾ ഛർദ്ദിക്കുക, വയറിളകുക ഒക്കെ ചെയ്താൽ എന്താണ്? നമ്മുടെ ശരീരം ആകെ ക്ഷീണിച്ചു പോവും അല്ലേ? അപ്പം അങ്ങനെ വീക്കായി പോയ ശരീരത്തിന് എന്ത് മാർഗങ്ങളാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുക? ഇതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എന്താ എഴുതുക? ടീച്ചർ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതണം. ഓക്കെ അല്ലേ? ചിലർക്ക് നോട്ട് തന്നെ തരേണ്ടി വരും അല്ലേ? എന്നാലും ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കും, ഇല്ലെങ്കിൽ ഞാൻ ടീച്ചർ നോട്ട് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡയറിയ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ഏതെഴുതും? ഒന്ന് നോക്കിയേ, നമ്മുടെ പേജ് നമ്പർ 55 എടുത്തേ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത് 55ലുള്ള ഈ ആൻസറാണ്. വാട്ട് ഐ ഡു ടു മെയിൻറ്റെയിൻ ഹൈജീൻ. അതായത് ഡയറിയ വരുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ സജസ്റ്റ് റീഹൈഡ്രേഷൻ തെറാപ്പി. സോറി, ഇവിടെ അല്ല, പേജ് നമ്പർ 53ൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഉണ്ടോ? അതായത് ഡിസെൻട്രി, ഡയറിയൊക്കെ വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? റീഹൈഡ്രേഷൻ തെറാപ്പി സജസ്റ്റ് ചെയ്യണം. ഡിസെൻട്രി, ഡയറിയ, ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ ഛർദി, ഡയറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പം നിങ്ങളിത് എങ്ങനെ എഴുതണം?
ആദ്യം എഴുതണം സജസ്റ്റ് റീഹൈഡ്രേഷൻ തെറാപ്പി ടു ദാറ്റ് ചൈൽഡ് എന്നെഴുതുക. എന്നിട്ട് റീഹൈഡ്രേഷൻ തെറാപ്പി എന്താണെന്നും എഴുതുക. അറിയല്ലോ. വെൻ ഡിസീസ് ലൈക്ക് ഡിസെൻട്രി ആർ കോസ്ഡ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യനിൽ തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ വന്നിട്ടുള്ളത്? ഡിസെൻട്രി അല്ല, ഡയറിയ. അവിടെ ഡയറിയ എന്നാക്കി മാറ്റുക. വെൻ ഡിസീസ് ലൈക്ക് ഡയറിയ ആർ കോസ് ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ ബോഡി ഈസ് ലോസ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. അതായത് നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടൻറ്റ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ നമ്മുടെ ശരീരത്തേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കണ ആ തെറാപ്പിക്കാണ് റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ബ്രിങ് ബാക്ക് ദ ലോസ് വാട്ടർ ടു ദ ബോഡി റീഹൈഡ്രേഷൻ തെറാപ്പി ഷുഡ് ബി ക്യാരിഡ് ഔട്ട്. എന്നിട്ട് ഏതെഴുതണം? സാൾട്ടഡ് റൈസ് വാട്ടർ, ലൈം ജ്യൂസ് വിത്ത് സോൾട്ട് ആൻഡ് ഷുഗർ, സാൾട്ടഡ് ബട്ടർ മിൽക്ക്, ടെൻഡർ കോക്കനട്ട് വാട്ടർ എറ്റ്സെട്ര. ഈ ആൻസറാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം കേട്ടോ.